എല്ലാവർക്കും എൻ്റെ നവനീത ബ്ലോഗ്സിലോട്ട് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്കൊക്കെ നമുക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ. അപ്പം ഞാൻ ഇന്നൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിനകത്തൊരു സർപ്രൈസൊക്കെ ഉണ്ട്. നിങ്ങൾ അത് വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. ഫുള്ള് കണ്ടാലേ അതിൻ്റെ ഒരു രസമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലോട്ട് പോകണം. കാരണം ഇവിടെ ഇനിയിപ്പോൾ ഒരു വിശേഷം നടക്കാൻ പോവുകയാണ്. ക്രിസ്മസിന് മുമ്പ് നമ്മുടെ അനിയൻ്റെ മകളുടെ കല്യാണമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പും പന്തലിടലും ഒക്കെ കാണിക്കുകയാണ്. ഞാൻ നിങ്ങളെ പുറകിന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ വീട്ടിൽ വെച്ചാണ് ഇതെല്ലാം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എല്ലാം ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ മോൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഈ വീഡിയോ ഇടാൻ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ കല്യാണത്തിന്. അപ്പം അന്നേരം അതുകൊണ്ട് ഞാൻ വീഡിയോ അത് കഴിഞ്ഞിട്ടല്ലേ ഇടുന്നത്. അതുകൊണ്ട് സർപ്രൈസ് പൊളിയത്തില്ലെന്നറിയാമല്ലോ. അപ്പം നമുക്ക് ആ കേക്കിൻ്റെ പരിപാടിയിലോട്ട് പോകും. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇന്നലെ നമ്മളിവിടെ ചിന്നക്കടയിലെ കടയുടെ പേര് ഞാനൊന്ന് മറന്നു കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ ഞാൻ കേക്കിന് വേണ്ടിയൊക്കെ മേടിച്ച് ഒരു ബോർഡ് മേടിച്ച് ഇതൊക്കെ എനിക്ക് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് കേക്ക് ചെയ്യാത്തതുകൊണ്ട് അതൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ബട്ടർ പേപ്പർ മേടിച്ച്, പൈപ്പിംഗ് ബാഗ്, ബേക്കിംഗ് പൗഡർ, ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് മേടിച്ചു. ഇതൊക്കെ ആക്കിയൊക്കെ ഇതിനൊക്കെ ഉള്ള കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ എനിക്ക് വയ്യാത്തതൊക്കെ കൊണ്ടാണ് ഞാനതൊക്കെ ചെയ്യാതിരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ഥിരമായിട്ടൊക്കെ ആക്കിത്തരാം. നമ്മൾ പ്രായം അങ്ങോട്ട് പോവുകയല്ലേ. എന്നാലും ഞാൻ എന്നാലാവുന്ന രീതിയിലെല്ലാം നിങ്ങൾക്ക് ഓരോരോ വിഭവങ്ങൾ ഞാൻ ഉണ്ടാക്കിത്തരും. അപ്പോൾ നമ്മൾ വൈറ്റ് കോമ്പൗണ്ട് മേടിച്ച്, മിൽക്ക് കോമ്പൗണ്ട് കേട്ടോ, അത് മേടിച്ചു. പിന്നെ ബേക്കിംഗ് സോഡ ഇതെല്ലാം കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നേക്കാം. പഞ്ചസാര, മൈദാമാവ്, അമൂലിൻ്റെ നമ്മളെ ബട്ടർ കേട്ടോ. നമ്മൾ അമൂലിൻ്റെ ബട്ടർ നമ്മൾ കുറേ ഇതിനകത്ത് ഇച്ചിരി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അങ്ങനെ ഒരു സ്പെഷ്യൽ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ കളറിനൊക്കെ വേണ്ടി 2 കളറ് ഐസ് ക്രീം, പിന്നെ ഇച്ചിരി ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള കളറ്, മെയിൻ സാധനമായ വാനില എസൻസ്. പിന്നെ ഇതൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് എവിടെയാണെന്നൊന്നും വെച്ചതൊന്നും ഓർമ്മയില്ല. അപ്പം ഞാൻ ഇത് 2 ഞാൻ മേടിച്ച് ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യാം. റോസാപ്പൂവൊക്കെ ഉണ്ടാക്കാനൊക്കെയാണ് ഉദ്ദേശിച്ചത്. അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഡിസൈനൊക്കെ കൊടുക്കാം. പിന്നെ നല്ല ഡെക്കറേറ്റൊക്കെ ചെയ്യാനായിട്ടാണ് ഇതും മേടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ മേടിച്ചത്. നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലോട്ട് പോകാം. ഇനി എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്കിൻ്റെ പരിപാടി തുടങ്ങാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ എൻ്റെ പുതിയതായിട്ടൊരു കണ്ണാടിയൊക്കെ മേടിച്ച് ഇഷ്ടപ്പെട്ടാൽ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. ഈ കേക്ക് ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടമ്പകളൊക്കെ കടക്കണം കേട്ടോ. നമുക്ക് ആ കടമ്പകൾ കടക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, ശരി. നമുക്ക് ഇനി അടുത്ത സാധനങ്ങളെല്ലാം റെഡിയാക്കി വയ്ക്കാം. നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നെന്ന് ഒരിക്കൽ കൂടി വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് കേട്ടോ. നമുക്കെല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ. നമുക്ക് കേക്കിന് വേണ്ട സാധനങ്ങളാണ് കേക്കിൻ്റെ ഇത് ഉണ്ട്, ബോർഡ്, ഐസിങ് ബാഗ്, ഡെക്കറേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബാക്കി എല്ലാം സെറ്റൊക്കെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചു. ഞാൻ ഇതിനകത്തുള്ളൊരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പേപ്പർ ഇടുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഇതിനകത്ത് തടവിന് ശേഷം നമ്മൾ കുറച്ച് മൈദാമാവ് വെച്ച് സ്പ്രെഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഞാനിന്ന് ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പം നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്കിലും കേക്ക് വെച്ച് നമ്മളൊരു സർപ്രൈസ് കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ദാണ്ട് വേണ്ട സാധനങ്ങൾ ഞാൻ 250 ml കപ്പിന് 2 കപ്പ് മൈദാമാവ്, 1.5 കപ്പ് പഞ്ചസാര, പാൽപ്പൊടി, പിന്നെ കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, പാല്, മുട്ടയും. പിന്നെ നമുക്ക് വേണ്ടത് മുട്ട. ഞാൻ 250 കപ്പിന് 4 മുട്ടയാണ് എടുത്തത്, അതുകൊണ്ട് ഞാനിവിടെ 8 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യമേ തന്നെ 1 കപ്പ് മാവ് ഇതിനകത്ത് ഇട്ടായിരുന്നു. അടുത്ത കപ്പ് മാവും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നു. ഓരോന്നിടും. പാൽപ്പൊടി, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്. ഇത് നമുക്കൊന്ന് 3-4 പ്രാവശ്യം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മളിതെല്ലാം കൂടെ നമുക്കൊരു 3-4 പ്രാവശ്യം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ആകുമ്പോൾ നമ്മളിതെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയാണ്, അവിടെ ഇവിടെ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ്. അറിയാവുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇത് വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് 1 പ്രാവശ്യം ആയാൽ മതി. അപ്പം നമ്മൾ ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ട 4 മുട്ടയാണ് ഞാൻ 1 കപ്പിന് ചേർക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യം മുട്ടയുടെ വെള്ള ഇതിലോട്ട് ഒഴിക്കാൻ വിചാരിച്ചു. മഞ്ഞ ഇതിലോട്ട് വെക്കാമെന്ന് വെച്ച് ഞാൻ മഞ്ഞ എടുത്തു. അങ്ങനെ വെച്ചാൽ അങ്ങനെ ഇരിക്കട്ടെ. ക്യാമറ ഗേളെന്ന് നമ്മളെ പീക്കോ എന്ന പരീക്ഷയൊക്കെ, ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ വെള്ള മഞ്ഞ നമ്മളിത് മൊത്തം നമ്മൾ 8 മുട്ടയാണ്. അല്ല, നമ്മൾ മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും നമ്മൾ സെപ്പറേറ്റ് ആക്കി. ഇനി നമുക്ക് ഇത് രണ്ടും നമുക്ക് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ വെള്ള നല്ലതുപോലെ ബീറ്റ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമ്മൾ കുറഞ്ഞ 1, 2, 3, 4, 5 അങ്ങനെ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ആദ്യം നമുക്ക് തുടങ്ങാം. ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല. ഞാനിതിനകത്ത് പഞ്ചസാര ഫുള്ളായിട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വളരെ ലോയിലിട്ട് വേണം അടിക്കാൻ. കുറച്ച് അടിച്ച് കഴിഞ്ഞ് അതിന് ശേഷം നമുക്ക് പഞ്ചസാര ഇടും. ഒരു സൈഡിലോട്ട് വലതേ സൈഡിലോട്ട് ആക്കണം. സ്കൂളിൽ നിന്ന് വന്ന് ഇരിക്കുക. നമുക്ക് പഞ്ചസാര നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് മൊത്തം അലിഞ്ഞ് വരട്ടെ. ഞാൻ പൊടിക്കാതിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇച്ചിരി സ്മൂത്തായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കത് 1, 2 ഇങ്ങനെ ആക്കി നമുക്ക് അടിച്ചു തരാം. അപ്പോൾ 1-ലാണ് കിടക്കുന്നത്. ഇനി നമ്മളത് 2-ലോട്ട് ആക്കാൻ പോകുന്നത്. നമ്മളുടെ ക്രീമൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്, കണ്ടല്ലേ നിങ്ങൾ. നമ്മൾ ആദ്യം ലോയിലിട്ട് അടിച്ച് അങ്ങനെ നമ്മൾ 5 വരെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് 4, 3, 2, 1 കൊണ്ടുവന്ന് നമ്മൾ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ. ഇത് നമ്മൾ ചെറിയ ഇതിനകത്ത് ഇട്ടിട്ട് ഇതിനകത്തുള്ള ക്രീമുകളെല്ലാം നമ്മൾ ഈ പാത്രത്തിലോട്ടാക്കുക കേട്ടോ. ഒരു 7-8 മിനിറ്റ് നമ്മൾ അടിച്ചാൽ മതി കേട്ടോ.
നമുക്കിനി മുട്ടയുടെ മഞ്ഞ അടിച്ചു തുടങ്ങാം. ഇതിലേക്ക് ഞാൻ ബട്ടറും കൂടി ചേർക്കുകയാണ് കേട്ടോ. ഞാനൊരു 150 ഗ്രാം ബട്ടർ ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർക്കാം കേട്ടോ. ഞാൻ അമൂലിൻ്റെ ബട്ടറാണ് ചേർക്കുന്നത്. 1.5 പാക്കറ്റ് ചേർത്ത് കേട്ടോ. നമുക്കിത് അടിച്ചു തുടങ്ങാം. നിങ്ങൾ തിരിഞ്ഞ് കിടക്കണം പറഞ്ഞ് നിങ്ങൾ ഇത് മാവെല്ലാം ചേർക്കുമ്പോൾ ഇതൊന്ന് ശരിയാവും. കഴുത്ത കിടന്നൊന്നും ഊരിയില്ല, കുളിക്കില്ല. അപ്പം നമ്മളുടെ ബട്ടറും മുട്ടയുടെ മഞ്ഞക്കരും കൂടെ നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാനില എസൻസ് ഇടും. മുട്ടയുടെ മഞ്ഞയും ബട്ടറും അടിച്ചതിന് ശേഷം വളരെ ലോയിൽ നമ്മൾ ബീറ്റർ എടുത്തിട്ട് നമ്മൾ മാവ് കുറച്ചിട്ടിട്ട് പിന്നെ കുറേശ്ശെ പാൽ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത്, അത് ഞാൻ ഇതിനകത്ത് പറയാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ആദ്യം നമ്മൾ മാവിടണം, അതിനുശേഷം നമ്മൾ പാലൊഴിക്കണം. അങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ടയുടെ വൈറ്റ് ഇതിനകത്ത് ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ഇതെല്ലാം നല്ലതുപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. നമുക്ക് മുട്ടയുടെ വെള്ളം നമുക്ക് കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. വളരെ സ്ലോയിൽ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. വീഡിയോ എടുക്കാനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നല്ല വീഡിയോ ശരിയാക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ ഇതിനകത്ത് ഫുള്ളിങ്ങനെ ചേർത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ കേക്കൊക്കെ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ പോയി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ശരി, ഇതെല്ലാം ചേർത്തിട്ട് കാണിച്ചു. നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാത്തോട്ട് ഒഴിക്കട്ടെ. അടുത്തത് നമ്മൾ ഇതിനകത്ത് 3/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ ടാപ്പ് ചെയ്യാം. നമുക്കൊരു ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഈർക്കിലെടുത്ത് വെച്ചത് ഈ ബബിളൊക്കെ നമുക്ക് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒരെണ്ണം ഒരു ഇഡ്ഡലി കുട്ടത്തിനകത്ത് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വെച്ചിരിക്കുകയാണ്. കൈയൊക്കെ പൊള്ളാതെ വേണം നിങ്ങൾ ഇത് വെക്കാനായിട്ട്. അടുത്ത ഞാനൊരു പഴയ കുക്കറിനകത്താണ് വെച്ചിരിക്കുന്നത്. നമുക്കൊരു 25 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ, ഹൈയിലൊന്നും ഇടരുത്. ഹൈയിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഓക്കെ, ഏത് പാത്രത്തിൽ വേണമെങ്കിലും വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇത് വേവാനായിട്ട് ഇച്ചിരി താമസിക്കും കേട്ടോ. ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഓക്കെ, വേഗം പോയിട്ട് വാ, വേഗം പോയിട്ട്. ഇവിടെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു വിശേഷം നടക്കുകയാണ്. ഇനി ക്രിസ്മസ് അവധിയൊക്കെ ആയിട്ടുണ്ട്. പിള്ളേരുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് 22-ാം തീയതിയിലാണ് നമ്മളുടെ ശിപ്പയുടെ കല്യാണം. അപ്പോൾ നമ്മളുടെ വധുഗ്രഹത്തിൽ വെച്ചാണ് കല്യാണം നടക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനൊരു സർപ്രൈസ് കേക്ക് ആണ് മോൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ വീടിന് ചുറ്റും പന്തലുകളാണ് കേട്ടോ. ഇനി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിനകത്ത് 1/2 കപ്പ് പഞ്ചസാര ഇടുകയാണ്.
നല്ലതുപോലെ സിറപ്പായിട്ട് വരട്ടെ. ഞാനാണെങ്കിൽ വൈറ്റ് കോമ്പൗണ്ടാണ് പറഞ്ഞത്, അതിൻ്റെ മിൽക്ക് കോമ്പൗണ്ടാണെന്ന് പറഞ്ഞത്. വൈറ്റ് മിൽക്ക് കോമ്പൗണ്ട് ഇല്ലേ, നമുക്കത് പൊട്ടിച്ച് നോക്കാം. ഞാൻ മിൽക്കി ബാറിൻ്റെ കണക്കത്തെ വെള്ളയായിരുന്നു ചോദിച്ചത്, അവർ തന്നത് ഇതായിപ്പോൾ. അന്നേരം അത് നോക്കാനും മറന്നു. സാരമില്ല, ഇതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം 1 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിക്കാം. നമ്മളെ ക്രീം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ആക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. പിടിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു, അതായത് എനിക്ക് മിൽക്ക് കോമ്പൗണ്ടായിപ്പോയി കിട്ടിയത്. ഞാൻ ഇച്ചിരി ചോക്ലേറ്റ് തോനെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുരികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് നമുക്ക് ഉരുക്കി കൊണ്ടുവരാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മുടെ ഗണാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരു നുള്ള ഉപ്പും കൂടി ഇട്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ശരിയായിട്ടുണ്ട്, അതെല്ലാം അലിഞ്ഞിട്ടുണ്ട്. ബട്ടർ മാത്രം അലിഞ്ഞാൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് ഇളക്കി എടുത്തതാണ്. ഞാൻ ഇളക്കുന്നത് കാണിച്ചില്ല. കേക്കാണ്, നല്ല കേക്കാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇച്ചിരി പൊങ്ങി വന്നതാണ്. ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെ, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാനൊരു അടിപൊളി കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു അടിപൊളി വീഡിയോ ആണ്. കേക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഇതിനു മുമ്പേ ഞാൻ കേക്ക് പല സൈസിലെ കേക്കൊക്കെ നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി കേക്കാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ള് കാണണം കേട്ടോ. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഞാൻ ഇതിനകത്ത് ഒരു സർപ്രൈസ് ഒളിച്ചു വയ്ക്കുകയാണ്. നമ്മളെ ശിപ്പയുടെ കല്യാണമാണ് ഡിസംബർ 22-ാം തീയതിയിൽ. അപ്പോൾ ഇവിടെ 20-ാം തീയതിയിലൊരു സംഗീതം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അന്നേരം ഞാനൊരു കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ശിപ്പയ്ക്കൊരു സർപ്രൈസ്, ഇതിനകത്തൊരു മോതിരമാണ് ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടൊരു കേക്ക് ശരിയാക്കാമെന്ന് വിചാരിച്ച്. അതിന് നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച സിറപ്പ് ഞാൻ ഇതിനകത്ത് ഒരു മേടിച്ച് നമുക്ക് നല്ലതുപോലെ ഇതിനകത്ത് സിറപ്പൊക്കെ ചേർത്ത് വയ്ക്കാം. നല്ലതുപോലെ നമ്മൾ നല്ല ജ്യൂസി ആയിരിക്കണം കേട്ടോ. ഇതിൽ പഞ്ചസാരയും വെള്ളവും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. വേണമെങ്കിൽ ടേസ്റ്റിന് നമുക്ക് എന്തെങ്കിലും ചേർക്കാം. ഞാനിന്ന് പഞ്ചസാര സിറപ്പ് മാത്രമേ ചേർത്തുള്ളൂ. നല്ല ജ്യൂസി കേക്കായിരിക്കണം കേട്ടോ. ഞാനുണ്ടാക്കുന്ന കേക്ക് ഏതാണെന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് കുറച്ച് നേരം കുതിരട്ടെ. നമ്മളുടെ വിപ്പിംഗ് ക്രീമൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ വേറെ എൻ്റെ ലിങ്കിൽ പോയി നോക്കണം കേട്ടോ. നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാനൊക്കെ പോവുകയാണ്. ഇത് ഇച്ചിരി ഒന്ന് ജ്യൂസി ആയിരിക്കട്ടെ. നല്ല കഴിക്കുന്നവർക്ക് നല്ല വായിലിട്ട അലിഞ്ഞു പോകുന്ന കേക്കായിരിക്കണം കേട്ടോ. പാക്ക് ചെയ്ത് വെക്കുന്നത് നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. മോതിരമാണല്ലോ ഇതിനകത്ത്, സ്വർണ്ണ മോതിരമാണ് ഇതിനകത്ത് ഞാൻ സർപ്രൈസായിട്ട് വെച്ചത്. നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം എന്നോട് കേട്ടോ. നമ്മുടെ കേക്ക് ശരിയാക്കാനായിട്ട് ആദ്യം നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ക്രീം കുറച്ച് ബോർഡിൻ്റെ മധ്യത്തോട്ട് തേച്ച് കൊടുക്കും. കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റൗണ്ടിൽ നിന്ന് നമ്മൾ ഈ സർപ്രൈസ് ഒളിച്ചു വയ്ക്കാനായിട്ട് നമ്മളൊരു ചെറിയ പീസ് മാറ്റി ആ പീസിൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ ക്രീം പുരട്ടിയതിന് ശേഷം അതിൻ്റെ മേളിൽ വയ്ക്കുക. അതിൻ്റെ മേളിലാണ് നമ്മൾ ഓരോ പീസാക്കി വെച്ചിരിക്കുന്ന കട്ടാക്കി വെച്ചിരിക്കുന്ന നമ്മൾ കേക്ക് വെക്കുന്നത് കേട്ടോ. അതിന് നമ്മൾ നല്ല ജ്യൂസിയാക്കി വെച്ചിരിക്കുന്ന കേക്കാണ് എടുത്ത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മൾ ഇതിനകത്ത് ജ്യൂസ് പഞ്ചസാര സിറപ്പ് ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഈ നടുക്കാണ് നമ്മൾ പിന്നെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന മോതിരം, സ്വർണ്ണ മോതിരം ഒളിപ്പിച്ച് വയ്ക്കുന്നത് കേട്ടോ. അത് ഒരു ചെറിയൊരു രസമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പിന്നെ നിങ്ങളെ ഇളക്കി കാണിക്കാൻ പറ്റിയതില്ല. അതിനകത്തൊരു ടിന്നുണ്ട്. ടിന്നിൻ്റെ മേളിൽ ഒരു ചെറിയ ബാഗ് ഞാൻ തന്നെ അന്നേരം തയ്പ്പിച്ച്. ഈ കല്യാണത്തിൻ്റെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് നമുക്കതൊക്കെ വലിയ സ്പീഡിനായിരുന്നു. അതുകൊണ്ട് കുറേ വീഡിയോകളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതുണ്ടേ. ഓക്കെ,
വലിയ കേക്ക് അല്ലാത്തതുകൊണ്ട് എൻ്റെ ആയിട്ടുള്ള ഇച്ചിരി വാട്ടുകളൊക്കെ കാണും. നിങ്ങളെല്ലാം ക്ഷമിക്കണം കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ 90 വയസ്സിൻ്റെ ആഘോഷത്തിന് ഞാൻ ഇതേപോലൊരു സർപ്രൈസ് കേക്ക് ഉണ്ടാക്കി എല്ലാവരെയും ഞെട്ടിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കേക്ക് പൊങ്ങിയൊക്കെ ഇരിക്കും, അതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാം. ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ വിചാരിച്ചു. മധുരമൊക്കെ ആവട്ടെ അല്ലേ. നമുക്ക് അടുത്ത പീസ് വയ്ക്കാം. നമുക്കിതിലേക്ക് ക്രീം ഒഴിക്കാം. കേക്ക് ഉണ്ടാക്കുന്നത് വലിയ ഇതല്ല, പക്ഷെ ഞാൻ കേക്ക് ഉണ്ടാക്കും കേട്ടോ. ഒരുപാട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളെ ഞാൻ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു പീസും കൂടെ നമുക്ക് വയ്ക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഒന്നുകൂടെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ മതി. നമുക്കൊരു ചെറിയ ഡിസൈൻ കൊടുക്കാം. ഞാൻ കേക്കൊക്കെ സെറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. സംഗീത് പരിപാടി ഇന്ന് വൈകുന്നേരമാണ്. അപ്പോൾ അത് കാരണം എല്ലാവരും ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. നമ്മൾ ശിപ്പക്കുട്ടനാണ് അവിടെ മഞ്ഞ ഉടുപ്പിട്ട് നിൽക്കുന്നത്. റിഹേഴ്സലൊക്കെ നടക്കുകയാണ് ഡാൻസിനും പാട്ടിനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഇവരാരെങ്കിലും കൊണ്ടൊന്ന് വീഡിയോ എടുത്തൊരു കേക്ക് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. കുറേ ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, എന്നോട് ക്ഷമിക്കണം കേട്ടോ. നമ്മുടെ ഇവിടെ ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് നടക്കുന്നത്. നമ്മുടെ ചിക്കുമോള് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ മോളെ വിളിച്ചോണ്ട് വന്ന് വീഡിയോ എടുപ്പിക്കുകയാണ്. കാരണം ഞാൻ ഗണേഷൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറ് ചുറ്റിയിട്ട് അതിൻ്റെ മേളിൽ വെച്ച് ഒഴിക്കുകയാണ്. ഞാനതിനെ വൈറ്റ് കോമ്പൗണ്ട് വെച്ച് ഒഴിച്ച് നല്ല ഡിസൈനൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. എനിക്ക് കിട്ടിയത് മിൽക്ക് കോമ്പൗണ്ടായിപ്പോയി. വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ എൻ്റെ പാവാടയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കത് നടന്നില്ല. അത് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ പോയി മേടിക്കാനും ഒന്നും നമുക്ക് സമയമില്ല, ദൂരെ പോകണമല്ലോ. ഇവിടാണെങ്കിൽ കല്യാണത്തിൻ്റെ സെറ്റ് നടക്കുകയാണ്. അപ്പുറത്ത് എല്ലാവരും അപ്പുറത്താണ് ആഹാരങ്ങളൊക്കെ. അതിനിടയ്ക്ക് ഇതാണ്ട് ഇങ്ങനെ ഒഴിക്കുന്ന 2 എണ്ണം കൂടെ വന്നിങ്ങനെ നക്കുക കണ്ട, അതിനകത്ത് താഴെ വീഴുന്നതൊക്കെ. എല്ലാത്തിനും ഞാൻ വഴക്ക് പറഞ്ഞൊക്കെ ഇടയ്ക്ക് ഓടിക്കുകയൊക്കെ ചെയ്ത്. ഇവർക്ക് ഡാൻസ് കളിക്കുന്നതിൻ്റെ വെപ്രാളം, എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വെപ്രാളം. അങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോവുക. നമ്മളെ കേക്ക് ഇപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഏകദേശം കിട്ടിയല്ലോ. ഞാൻ ഇന്നൊരു ഡോൾ കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ അന്നേരം ഒന്നും പറ്റിയില്ല. ഞാൻ ഗോൾഡ് മുത്തൊക്കെ മേടിച്ചതെല്ലാം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ഓരോ ഡിസൈൻ കൊടുക്കുക. എല്ലാം ഒരുവിധം ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഒന്നും നടന്നില്ല. പെട്ടെന്നാണ് ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കണം. ഒരിടത്ത് ആണ്ട ഡാൻസ് റിഹേഴ്സൽ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ഈ കേക്കും സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ചിപ്പയാണ് ചുമപ്പ് വധു. അങ്ങനെ അതുമൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നു. അപ്പം ഞാൻ എന്തായാലും കേക്ക് ഒരുവിധം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല, നിങ്ങളെല്ലാം ക്ഷമിക്കണം. പിന്നെ ഡോളിനൊക്കെ ഞാൻ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം തിരക്കായിപ്പോയി. അപ്പം നമ്മൾ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ട് ഞാൻ ഒരുവിധമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് മുത്തും ഈ ഗോൾഡ് ഇതൊക്കെ വെച്ചൊക്കെ ഞാൻ ഒരുവിധം പാവടയ്ക്കൊക്കെ ഡിസൈൻ കൊടുത്തു കേട്ടോ. അമ്മയോടെ നിൽക്കാം. ഞാനിവിടെ ഇരിക്കാം. കേക്ക്
ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്തോ സർപ്രൈസ് ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അകത്താ അല്ല, അവിടെ ഒന്നും കട്ട് ചെയ്തോ? എന്നാ അതങ്ങ് മേടിച്ച് എന്നാ ഇതിന് പുറത്ത് വെച്ചോ. ക്രിസ്മസ് ആണ്, എല്ലാവരും കൂടി സാന്റാ ക്ലാസിനോട് ഡാൻസ് കളിക്കാം. ഓക്കെ, എല്ലാം ഓക്കെ അല്ലേ? എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യവും ദീർഘായുസ്സും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ലൊരു വർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു. എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഗോഡ് ആൻഡ് താങ്ക്സ്. ഓക്കെ.